ഹാരിസ് ബിലാൽ. നമുക്ക് കിട്ടിയ ബുക്കിന്റെ പേരാണ് കുടി എന്തിനാ. ഇത് എഴുതിയ ആളെ പേരാണ് രാമകൃഷ്ണൻ. എന്നാ ഞാൻ തുടങ്ങട്ടെ കൂട്ടുകാരെ. കുന്നിനുള്ളിൽ നടന്നു വരുമ്പോ ഒരു മുയലിനെ കണ്ടു. മുയൽ ചോദിച്ചു, കുടി എന്തിനാ? നേരം കുന്നിനുള്ളിൽ പറഞ്ഞു, കുത്തി നടക്കാനാ. നേരം നടന്നു പോകുമ്പോ പുൽച്ചാടി കണ്ടു. പുൽച്ചാടി ചോദിച്ചു, കുട എന്തിനാ? അന്നേരം പറഞ്ഞു, കുന്നിനല് മഴ കൊള്ളാണ്ട് നടക്കാനാ. അന്നേരം നടക്കുന്നിടക്ക് വല്ല കാറ്റ് വന്നു. നേരം കുടയും കൊണ്ട് പറന്നുപോയി. നേരം ഒരു കാക്കനെ കണ്ടു. കാക്ക ചോദിച്ചു, കുട എന്തിനാ? അന്നേരം പറഞ്ഞു, കുട കാറ്റിന് പറക്കാനാ. മരക്കൊമ്പിൽ പോയി. അണ്ണാനെ കണ്ട് അണ്ണാൻ ചോദിച്ചു, കുട എന്തിനാ? അന്നേരം പറഞ്ഞു, ഊനാലാടാനാ. ഒരു വെള്ള കാറ്റ് വന്ന് നിലത്ത് വീണു. ഇത് കഴിഞ്ഞു അന്നേരം ഒരു പാമ്പ് കണ്ടു. പാമ്പ് ചോദിച്ചു, കുട എന്തിനാ? വെള്ളത്തിലായ ഉറുമ്പിനെ രക്ഷിക്കാനാ. തവള കണ്ടു. തവള ചോദിച്ചു, കുട എന്തിനാ? പാലം ആക്കി മാളത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനാ. മുയൽ ചോദിച്ചു, കുട എന്തിനാ? നേരം കുഞ്ഞിനെ പറഞ്ഞ്, അങ്കിന് വേണ്ട, നീ എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കുഞ്ഞിനെ മുയലിനെന്തിനാ കുട? കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ മുയലിനെന്തിനാ കുട? കുട്ടോസെ ആദ്യം ഇഷ്ടം അവിടെ വേണ്ട. കുട്ടോസെ മാം വേണ്ട. കുട്ടോസെ ആദ്യം ഇഷ്ടം ചേച്ചിനെ. എന്റെ വായത്തോർക്ക് ഉണ്ടക്കാൻ ഏറ്റവും ഇഷ്ടമുണ്ട്. മൂഹറാണ്ട് ഇഷ്ടം. എന്റെ വായത്തോർക്ക് പൂച്ച ഏറ്റവും ഇഷ്ടമുണ്ട്. 3 ഇഷ്ടം. എന്റെ വായത്തോർക്ക് കുട്ടി എത്ര ഇഷ്ടമുണ്ട്? 3 ഇഷ്ടം. അല്ല 4 ഇഷ്ടം. എന്നെ വായത്തോർക്ക് പശു എത്ര ഇഷ്ടമുണ്ട്? 3 അല്ല 7 ഇഷ്ടം. എന്നെ വായത്തോർക്ക് കുട്ടിക്കുമ്പ കണ്ടുപിടിച്ചു. എന്നെ വായത്തോർക്ക് ചീസിനെ ഇഷ്ടല്ല. എന്നാ ഞാൻ കൊച്ചും കൂടെ ചോറ് എത്തിച്ചു വരാം. വേണ്ട. ഈ ബുക്കിൻ്റെ പേരാണ് കഷ്ടം. അപ്പോൾ വലിയൊരാണ് ചെറിയൊരു ഉറുമ്പിനെ കണ്ട്. അപ്പോൾ ആന ചോദിച്ച്, ഉറുമ്പിനോട്, ഈ തെങ്ങൊന്ന് മറിച്ചിടാൻ പറ്റുമോ? അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ഇല്ല. അപ്പോൾ ആന ചോദിച്ച്, ഈ തേങ്ങ ഒന്ന് ചവിട്ടി പൊട്ടിക്കാൻ പറ്റുമോ? അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ഇല്ല. അപ്പോൾ ആന ചോദിച്ച്, ഈ തേങ്ങ ഒന്ന് ചോട്ടി പൊട്ടിച്ചിട്ട് തിന്നാൻ പറ്റുമോ? അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, ഇല്ല. അപ്പോൾ ആന ചോദിച്ച്, വെരി കഷ്ടം. എന്ത് കഷ്ടം, ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഉറുമ്പ് വിഷമിച്ചിട്ട് പോയി. അപ്പോൾ ഉറുമ്പക്ക് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു ആനോട്, നീ ഒന്ന് തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് ആകാശം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആന പറഞ്ഞു, ഇല്ല. അപ്പോൾ ഉറുമ്പ് ചോദിച്ച് എന്നോട്, ഈ ഇലേൻ്റെ
ഈ ഭാഗത്ത് നോട്ടിട്ട് ഈടുത്താൻ വരെ നീ നടന്നിട്ടുണ്ടോ? അപ്പോൾ ആന പറഞ്ഞു ഇല്ല. അപ്പോഴോ ഓർമ്മ വെച്ച് ഈ തേങ്ങയിലെ കൂടി ഒന്ന് നീന്തിയിട്ടുണ്ടോ? അപ്പോൾ ആന പറഞ്ഞു ഇല്ല. അപ്പോൾ കഷ്ടം, വെരി കഷ്ടം. അപ്പോൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അപ്പോൾ ആന തുമ്പിക്കനെ കൊണ്ട് ക്ഷയിക്കാൻ്റെ അടുത്ത്. അപ്പോൾ ഉറുമ്പ് ക്ഷയിക്കാൻ്റെ അടുത്ത്. അപ്പൊ ചെറിയ തേനീച്ച കൂടുണ്ട് പാടിക്കോണ്ടായി. അപ്പത്തെ കൂടുണ്ട് കണ്ട് ചെറിയ തേനീച്ച ഇതെല്ലാം പായിച്ച് വലിയ തേനീച്ച സൈക്കോണ്ടായി. ചെറിയ തേനീച്ച പാഞ്ഞ് കളിച്ചോണ്ടേ മരത്തിന്റെ അടുത്ത് പോയിട്ട് നിന്ന് കളിച്ചോണ്ടേ. ഇത് ബാബു. അച്ഛന്മാർ പറയുന്നെല്ലാം അനുസരിക്കുന്ന നല്ല കുട്ടിയാണ് ബാബു. കുഞ്ഞനിയത്തിയുമായി നല്ല സ്നേഹത്തിൽ വളർന്നു. അധ്യാപകർ പഠിപ്പിച്ചെല്ലാം മനപ്പാഠമാക്കും. സഹപാഠികൾക്കെല്ലാം നല്ല ചങ്ങാതിയാണ്. എപ്പോഴും സത്യം മാത്രമേ പറയൂ. പാവപ്പെട്ട കൂട്ടുകാരനെ തൻ്റെ കുറച്ച് പതിച്ചോറ് നൽകി. പരീക്ഷയ്ക്ക് തോറ്റ കുട്ടികളെ ആശ്വസിപ്പിച്ചു. വീട്ടിലായാലും സ്കൂളിലായാലും അടുക്കും ചട്ടയും ശീലമാക്കി. ഓതിന കല്ലെറിഞ്ഞ കുട്ടികളെ കല്ലെറിഞ്ഞി. ആടാനും പാടാനും വരക്കാനും കഴിയുന്ന കുട്ടിയുടെ അഭിമാനിച്ചു. കർമ്മകാലത്തെ മുത്തച്ഛനെ റോഡ് കളിക്കാൻ സഹായിച്ചു. ഇത് ബാബു നല്ല കുട്ടിയാൻ വേണ്ടി ചെയ്യുന്നില്ല. ചെറിയത് നല്ല കുട്ടിയായതാണ്. ഇവന്റെ ശീലം കൊണ്ട് എല്ലാ കുട്ടികളും നല്ല കുട്ടിയായി. ഇവന്റെ ക്ലാസ്സിൽ ഒരു ചീത്ത കുട്ടികളും ഉണ്ടായിട്ടില്ല. വാ 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 പാടി വാ. വാ 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 പാടി വാ.